വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗായിട്ടുണ്ടോ വന്നേക്കണം. പിന്നെ ഒരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. നമ്മുടെ ഈ ഒരു ചെറിയ ചാനലിൽ വളർന്ന് 200K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 190K ഒക്കെ പെട്ടെന്നായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ മൈനസ് ആവും പ്ലസ് ആവും ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ. ഭയങ്കര ടെൻഷനായിരുന്നു. എന്താ പറയുക, 2 ലക്ഷം ആവോ ആവില്ലേ, ഇനി ആവാതിരിക്കും ആവാണ്ടിരിക്കോ, അങ്ങനെയൊക്കെ ഓരോ സംശയങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പ്രയത്നിച്ച് 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. കൈയടിച്ചോ എല്ലാവരും, കൈയടിച്ചേ. അപ്പോൾ അത് ചേച്ചി അവിടെ ഞങ്ങൾ പേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട് അങ്ങോട്ട് പോണം, അടിയിലാണ്. പേടിച്ച് പുലി ഉണ്ടാവോ, എന്താ പറയോ, പുലി ഉണ്ടാവോ പാമ്പുണ്ടാവോ എന്നൊക്കെ നോക്കി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഞാനും എൻ്റെ അനിയത്തിയും പിന്നൊരു ചേച്ചി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പരിചയമുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഭയങ്കര പേടി. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് നിറച്ചും പുല്ല് വളർന്നിട്ടുണ്ട് കേട്ടോ. അത് കാരണം വരാൻ ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ 200K നമുക്ക് കേക്ക് മുറിക്കലൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് നടത്തുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ചെറിയൊരു ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്. ആ മാങ്ങ നമ്മൾ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ. അപ്പൊ നമുക്ക് മാങ്ങ എടുക്കാം കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നേക്കണേ. മാങ്ങ നമുക്ക് ഉപ്പുമുളകൊക്കെ തിന്നാട്ടാ. ഇപ്പൊ ഇവിടെ ഇരുന്ന് തിന്നാൻ ഭയങ്കര രസമായിരിക്കില്ലേ. നല്ല കൊതുകണ്ടിട്ട് കഴിച്ചു. നമുക്ക് ആഘോഷമൊക്കെ നിർത്തി വേഗം പോവാം. ഇത്തിരി മതി, ക്രാങ്ങൾക്ക് കൊടുക്കണ്ടല്ലേ. ഇവിടെ അടിഞ്ഞല്ലേ കുഴപ്പമില്ല. ഇപ്പൊ ഇതേന അവിടെ റോഡ് ഉണ്ട് കേട്ടാ. റോട്ടിൽ കൂടെ ആരോ പോകുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല നമ്മുടെ ഫോണില്. അവിടുത്തെ വീടുകളുണ്ട്. എന്തിട്ടാണ് കാക്കത്തമ്പുരാട്ടി. കാക്കത്തമ്പുരാട്ടി. ഹലോ പറ. ഹലോ, ഹായ് ഹായ്. സുഭാഷേ വിളിച്ച. ഏതിലെ പോയാലും കണക്കന്നെ. എന്നാ ഇല്ലേ പോ. സുഭാഷേ കാട്ടിലൂടെ ഒരു യാത്ര. ചുറ്റും അതാ കാടാണ് ഗൈസ്, കാട്. അവിടെ ഉണ്ട് നമ്മള് മാങ്ങൊക്കെ പൊട്ടിച്ചത്. അവിടെ ഒരു ചേച്ചി വിറക് വറക്കുന്നുണ്ട്. ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടാ.
അവിടെ ഒരു റോഡുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? പുലി വരുമോ? എങ്ങോട്ടാ? ഇങ്ങോട്ട് അങ്ങോട്ട് അടുക്ക്. ഞങ്ങ വെറുതെ വീഡിയോ എടുക്കാൻ. അതിലല്ല, നേരെ പോ, നേരെ പോ. അങ്ങനെ നമ്മൾ സാഹസികമായി എത്തിയിട്ടുണ്ട്. ദേന ആ ഷീറ്റ് അടിച്ചേക്കണ വീട് കണ്ടോ? അതാണ് കേട്ടോ നമ്മുടെ വീട്. എല്ലാ വീഡിയോയും എല്ലാവരും കാണണമെന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. നല്ല സീനറി. അങ്ങനെ നമ്മൾ കാടൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പുതിയതാണ് കേട്ടോ സംഭവം, അതാണ് കാണിച്ചു തന്നെ. അപ്പോൾ ഉമ്മച്ചി വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മളൊരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോ കേക്ക് റെസിപ്പിയൊക്കെ നോക്കിയിട്ട് അതേമാതിരി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊന്നും റെസിപ്പിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീറ്ററിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മുട്ട ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല സംഭവമായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ മുട്ട ബീറ്റ് ചെയ്തു. പിന്നെന്താ, അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും മുട്ടയും ബീറ്റ് ചെയ്തിട്ട് അത്രേ ഉള്ളൂ. നമ്മുടെ കേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബീറ്റർ വാങ്ങിച്ചുകൊണ്ട് തന്നെ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ സ്പോഞ്ച് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങളും പൊടിയൊക്കെ നിരന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ സ്പോഞ്ച് റെഡി ആവുന്നുണ്ട് കേട്ടോ. കേക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അടുക്കളയിൽ വന്ന് ഭയങ്കര വെയിറ്റിംഗ് ആണ് കേക്ക് കഴിക്കാൻ. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ അത്. കുറച്ച് ഞാനുണ്ടാക്കും, അനിയത്തി ഉണ്ടാക്കും. അങ്ങനെ രണ്ടുപേരും കൂടി കേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അന്നൂസും പിപ്പിക്കുട്ടിക്ക് കൗണ്ടർ ടോപ്പും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ റെഡിയായി. അപ്പോൾ ഇത് ഇനി 3 പീസായി കട്ടാക്കി വിപ്പിംഗ് ക്രീം തേക്കുക. എന്താ പറയുക, അപ്പോഴത്തേനും കറണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളൊരു റെഡ് കളറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ റെഡ് കളറ് നമുക്ക് എന്താ പറയുക, നമ്മൾ വാങ്ങിച്ചത് ഫുഡ് കളറായിരുന്നു കേട്ടോ. അപ്പോൾ റെഡ് കളറായില്ല, എന്താ ഒരു പീച്ച് കളറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് ആ പീച്ച് കളർ കൊണ്ടാണ്. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പോഞ്ചിൽ നിന്ന് കുറച്ച് ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൂളി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതിൽ പൈപ്പിങ് എന്താ എഴുതാനൊന്നും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു കവറിൻ്റെ മൂട് പൊട്ടിച്ചിട്ടാണ് നമ്മൾ 200K എന്നൊക്കെ എഴുതിയത്. അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ കേക്കൊക്കെ റെഡിയായി. അങ്ങനെ എല്ലാവരും മേശമേലിരുന്ന് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഈ കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേക്ക് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ഉയരത്തിലൊന്നും എത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ. 200K എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ്, ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത്രയൊക്കെ എത്തും എന്നുള്ളത്, ഒട്ടും വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.